ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരവസരം കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നാം തുടർച്ചയായിട്ട് കഷ്ടത എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഷ്ടത മൂലം ലഭിക്കുന്ന നന്മകൾ നാം ചിന്തിക്കുകയുണ്ടായി. 4 കാര്യങ്ങൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ചിന്തിച്ചു. കഷ്ടത കൊണ്ട് വിശുദ്ധീകരണം ഉണ്ടാകുന്നു. കഷ്ടത ദൈവം നിയമിച്ചത് നമ്മെ സഹിഷ്ണുതയുള്ളവരായി അല്ലെങ്കിൽ അതിജീവന ശക്തി പ്രാപിക്കുന്നവരാക്കി തീർക്കുന്നു. നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നു. നമ്മിൽ പ്രത്യാശ ഉളവാക്കുന്നു. ഇങ്ങനെ 4 കാര്യങ്ങൾ നാം ചിന്തിച്ചു. അതിനോട് അനുബന്ധിച്ച് ചില കാര്യങ്ങളുടെ ചിന്താവിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു. 107-ാം സങ്കീർത്തനം 12-ാം വാക്യം വായിക്കുന്നു. അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. ഇത് 2 കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. കഷ്ടത മൂലം നമുക്ക് ലഭിക്കുന്ന നന്മകളിൽ സ്വഭാവ രൂപീകരണത്തിലെല്ലാം വരുമെങ്കിലും ഇത് 2 ഒന്നുകൂടെ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. താഴ്മയും അനുസരണവും രണ്ടും വിശദമായി ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ പറഞ്ഞങ്ങ് വിടാം. സവിസ്തരമായി ചിന്തിക്കാൻ വിചാരിച്ചാൽ ദിവസങ്ങൾ പിടിക്കും. അപ്പോൾ കഷ്ടതയില ഇവിടെ പറയുന്നു, അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. ആരുടെ ഹൃദയത്തെയാണ് എന്നും അവിടെ ഉണ്ട്. അതിൻ്റെ 10-ാം വാക്യം, 107 സങ്കീർത്തനം 10-ാം വാക്യം. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചെങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. അവരുടെ ഹൃദയത്തെയാണ് അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തിയത് അല്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് മറുത്തു നിൽക്കുക, അത്യുന്നതൻ്റെ ആലോചന കേട്ടിട്ടും അതിനെ നിരസിക്കുക. അങ്ങനെ ചെയ്യുന്നവർ അവരെ കഷ്ടത കൊണ്ട് താഴ്ത്തുന്നു എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നു എങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രധാന ഗുണമാണ് നമ്മെ താഴ്ത്തുന്നു, താഴ്മയിലേക്ക് നയിക്കുന്നു. ഇസ്രായേലിനോടും ആവർത്തന പുസ്തകത്തിൽ മോശ പറഞ്ഞ ഒരു കാര്യം ഞാൻ വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല കൗടവായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത നിന്നെ മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അവൻ നിന്നെ താഴ്ത്തി. എൻ്റെ 2-ാം വാക്യത്തിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നീ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ചുരുക്കത്തിൽ ഇസ്രായേലിനെ മരുഭൂമിയിൽ അവരുടെ അനുസരിക്കേണ്ട മത്സരത്തിൻ്റെ ഫലമായിട്ടാണ് 40 വർഷം മരുഭൂമിയിൽ അവർ ചെയ്യേണ്ടി വന്നത്. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു, നിന്നെ താഴ്ത്തി അവൻ്റെ കൽപ്പന പ്രമാണിക്കുമോ എന്ന് പരീക്ഷിച്ച് അറിയാൻ. അപ്പോൾ ഇവിടെയും അത് തന്നെ കാണാം. 107-ാം സങ്കീർത്തനത്തിലും അത്യുന്നതൻ്റെ വചനങ്ങളോട് മത്സരിച്ച അത്യുന്നതൻ്റെ ആലോചനയെ നിരസിച്ചവർ ആരാണോ അവർക്കുണ്ടാകുന്ന അനുഭവം ഇതാണ്. ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തിയിട്ടും ആ ഹിതത്തിന് വഴങ്ങാതെ നാം മുന്നോട്ട് പോകുമ്പോൾ അവൻ നമ്മെ നേരായ പാതയിൽ കൊണ്ടുവരുന്നതിന് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമാണ് കഷ്ടത ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്നതുകൊണ്ട് നമ്മെ താഴ്ത്തുവാൻ. ഇപ്പം ഈ അനുസരണയ്ക്ക് വചനത്തോട് മത്സരിക്കുകയും ആലോചനയെ നിരസിക്കുകയും ചെയ്തവർ അവർ അന്ധകാരത്തിലാണ് അകപ്പെട്ടത്. അവരുടെ ജീവിതം അരിഷ്ടപൂർണമായിരുന്നു. ഇരുമ്പ് ചെങ്ങലയാൽ കെട്ടപ്പെട്ടവരെ പോലെ അവരായി. കഷ്ടത കൊണ്ട് അവരുടെ ഹൃദയത്തെ താഴ്ത്തിയപ്പോൾ ആ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു എന്ന് പറയുമ്പോൾ തങ്ങളുടെ പരാജയം അവർ തിരിച്ചറിഞ്ഞു, തങ്ങളുടെ വീഴ്ച തിരിച്ചറിഞ്ഞു, തങ്ങളുടെ അനുസരണക്കേട് തിരിച്ചറിഞ്ഞു.
മത്സരം തിരിച്ചറിഞ്ഞോ, മാനസാന്തരപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം ഒരു പ്രാർത്ഥന കേട്ടു. ഇതുപോലെ തന്നെയാണ് നമ്മുടെയും ജീവിതത്തിലും ദൈവമക്കളായ നമ്മെ കഷ്ടതകൾ കൂടെ കർത്താവ് നടത്തുന്നതെങ്കിൽ നമ്മുടെ മാനസാന്തരത്തിനും നമ്മുടെ വഴികളെ ഒന്ന് ചിന്തിച്ച് ആരാഞ്ഞ് വിലാപങ്ങൾ എരുമയാവ് പറയുന്ന പോലെ നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ഹൃദയത്തെ ശോധന ചെയ്യുക. നാം കൈകളെയും ഹൃദയത്തെയും ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. അപ്പം നടപ്പ് ആരായുന്നതിന് വേണ്ടി കർത്താ ദൈവം ജീവിതത്തിൽ അനുവദിക്കും. 40 വർഷം ദേശം ഉറ്റുനോക്കിയതിന് ഒരു ദിവസം വന്നവണ്ണം 40 വർഷം നിങ്ങൾ നിങ്ങളുടെ പാതിവൃത്യഭംഗത്തിന് ശിക്ഷ അനുഭവിക്കുമെന്ന് സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മരുഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവരെ താഴ്ത്തി, അവരുടെ ഹൃദയത്തുള്ള പരീക്ഷിച്ചു. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം നടത്താം. അപ്പോൾ മാത്രമല്ല, ഒരു പ്രജാതി രാജാവ് ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രതാപവാൻ ദാനിയേൽ കണ്ട ദർശനത്തിൽ തങ്കം കൊണ്ടുള്ള തലയായിരുന്ന നെബൂഖദ്നേസർ രാജാവ്, ഞാൻ എൻ്റെ പ്രതാപമഹത്വത്തിനായി ഉണ്ടാക്കിയ മഹതിയാം ബബേൽ ഇതല്ലയോ എന്ന് പറഞ്ഞ് പ്രശംസിച്ചവൻ. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവൻ്റെ വാക്കാണ്, നെബൂഖദ്നേസറിൻ്റെ വാക്ക്, നീളിച്ചിരിക്കുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തനത്രേ. പുറജാതി രാജാവ് സമ്മതിച്ചു. എപ്പോൾ? കാളയെപ്പോലെ പുല്ലു നിന്ന് മൃഗങ്ങളോട് സുബോധം നഷ്ടപ്പെട്ട് 7 വർഷം വല്ലാത്ത രാജസ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ട് വല്ലാത്ത അവസ്ഥയിലായപ്പോൾ അവന് മനസ്സിലായി ദൈവത്തോട് മത്സരിക്കുന്നത് അപകടമാണ് എന്ന് അവനും മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത്, അത്യനായ ദൈവത്തെ ഞാൻ നമസ്കരിക്കുന്നു പറഞ്ഞിട്ട് അവൻ പറയുന്നു, നിങ്ങളിരിക്കുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തനത്രേ. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ കാണുന്ന ഒരു ദുഃഖകരമായ കാഴ്ച പറയാം. രണ്ടവസ്ഥ. നിഗളം, അനുസരണക്കേട്. നിഗളികൾ എവിടെ നോക്കിയാലും ഡംബും. ഹന്ന ഒരിക്കൽ പറഞ്ഞല്ലോ, ഡംബിച്ച് സംസാരിക്കരുത്. എന്നാൽ ഇന്നതല്ലേ ഡംബും ഉന്നതഭാവവും. സംഘടനത്തിൽ തന്നെ കാണാം ഉന്നതഭാവവും നികളവും ഹൃദയവും ഉള്ളവനെ ഞാൻ സഹിക്കുകയില്ല. പക്ഷേ നാം ദുഃഖകരമായ വശം നാം ഇന്നതാ കാണുന്നേ. എന്നാൽ കർഷത ദൈവം ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ദൈവം ആഗ്രഹിക്കുന്ന നമ്മെ താഴ്ത്തി ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തി ദൈവത്തെ നോക്കി വിളിച്ചപേക്ഷിച്ച് നാം താഴ്മയുള്ളവരായി മാറാനാണ്. കാരണം താഴ്മയുള്ളവർക്ക് മാത്രമേ ദൈവകൃപ ലഭിക്കുകയുള്ളൂ. ദൈവം നിഗളികളോട് എർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു എന്ന് ദൈവം പറയുന്നല്ലോ. അപ്പോൾ താഴ്മയ്ക്ക് കാരണമാകുന്നു കഷ്ടം. അതുപോലെ തന്നെയാണ് അനുസരണവും. കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എടുത്തുകൊണ്ട് ലേഖനകർത്താവ് പറയുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അക്കാര്യം വ്യക്തമായി പറയുന്നല്ലോ. പുത്രനാണ്, പക്ഷേ അവൻ എന്തു ചെയ്തു? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. 7 മുതൽ വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം 7 മുതൽ 9 വരെ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷ കാരണബോധനായി തീർന്നു. പുത്രനെങ്കിലും ദൈവപുത്രൻ ആയിരുന്നിട്ട് പോലും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം വായിച്ചാൽ ദൈവത്തോടുള്ള സമത്വത്തിലിരുന്നവൻ, ദൈവമായിരുന്നവൻ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ടോ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നവൻ. ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ ദൈവമായ അല്ലെങ്കിൽ പുത്രനെങ്കിലും ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ വായിച്ചാൽ ദൈവത്തോടുള്ള സമത്വത്തിലിരുന്നവൻ, സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ ജയിച്ച് വേഷത്തിൽ മനുഷ്യനായി
ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ഞാൻ നേരത്തെ പറഞ്ഞത്, താഴ്മയുള്ളവർക്ക് മാത്രമേ, ഉള്ളിടത്ത് മാത്രമേ അനുസരണം ഉണ്ടായിരിക്കുള്ളൂ. താഴ്മയില്ല എങ്കിൽ അനുസരിക്കുകയില്ല. ദൈവത്തെ അനുസരിക്കില്ല, മനുഷ്യനെ അനുസരിക്കില്ല, വ്യവസ്ഥകളെ അനുസരിക്കില്ല. നിയമത്തെ അനുസരിക്കണോ, താഴ്മ വേണം. ദൈവപുത്രൻ്റെ 2 സ്വഭാവവും ഇവിടെ കാണാം. ആ 7-ാം വാക്യത്തിൽ തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനം കഴിക്കുകയും, അടുത്ത വാക്കാൻ നമ്മെ ഞെട്ടിക്കുന്നത്, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അത് നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്നവരോ ആരാധനയ്ക്ക് നിൽക്കുന്നവരിലോ ഇത് വല്ലതും ഉണ്ടോ? ഇന്നത്തെ പ്രാർത്ഥനകൾ കേട്ടാൽ പാണ്ഡിത്യം വിളമ്പുന്നതും ഒരു വേലക്കാരനോട് കൽപ്പിക്കുന്നതും പോലെയല്ലേ അങ്ങോട്ട് ദൈവത്തോട് കൽപ്പിക്കുന്നത്. ഭയഭക്തി നിമിത്തം, ദൈവത്തിന് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിച്ചു. ഇതുപോലെ നമുക്ക് വിഷയമാണോ? ഇതുപോലെ ചിന്തിക്കുന്നുണ്ടോ? തന്നെത്താൻ താഴ്ച. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരുന്നല്ലോ, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റ് എന്നോട് പഠിപ്പീൻ. സൗമ്യതയും താഴ്മയും കർത്താവ് താഴ്ന്നു. അപ്പോൾ അവൻ താഴ്മയുണ്ടായിരുന്നുകൊണ്ട് താൻ ഇഹലോകവാസകാലത്ത് ഭയഭക്തിയുള്ളവനായി തീർന്നു. ഇന്നത്തെ ആരാധനകളിലോ ഇന്നത്തെ ഗാന ശുശ്രൂഷ എന്ന് പറയുന്ന കലാപ്രകടനത്തിലോ ഇന്നത്തെ പ്രാർത്ഥനകളിലോ ഇത് വല്ലതും ഉണ്ടോ? ഭയഭക്തി എവിടെ നിന്ന് വരുന്നു? താഴ്മയിൽ നിന്ന്. ഞാൻ ഒന്നുമില്ല. ദാവീദ് അടിക്കടി പറയുന്നൊരു പ്രയോഗമുണ്ട്. പലരും സ്ഥാനത്തും അസ്ഥാനത്തും ദാവീദ് ചെയ്തില്ലയോ എന്ന് പറയും. എന്നാൽ ദാവീദ് പറഞ്ഞ കാര്യം അവർ പറയത്തില്ല. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയട്ടെ. ദൈവം നമ്മെ താഴ്ത്തുന്നത്, ചിലപ്പോൾ വിശപ്പിക്കുന്നത്, ചിലപ്പോൾ പ്രതിസന്ധിയിൽ കൂടെ കടത്തിവിടുന്നത്, രോഗങ്ങളിൽ കൂടെ കടത്തിവിടുന്നത് നമ്മുടെ ഒന്നുമില്ലായ്മ നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. നാം ഇന്നതാണ്. ഒരു യാക്കോബ് പറയുന്ന പോലെ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? ഇപ്പോൾ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അത്രയേ ഉള്ളൂ. ഒരു ശ്വാസം അത്രേ. എന്നാൽ ഇന്ന് നാം കേൾക്കുന്ന ആക്രോശങ്ങളോ, എന്തെല്ലാം പരിപാടികൾ. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നു എങ്കിൽ നമ്മെ താഴ്ത്തുവാൻ, മാത്രമല്ല നമ്മെ അനുസരണമുള്ളവരാക്കുവാൻ. ദൈവപുത്രൻ പോലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന, അതിശയിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. താൻ അനുഭവിച്ച, തനിക്ക് വല്ല കഷ്ടം അനുഭവിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? മാത്രമല്ല കഷ്ടങ്ങൾ കൊണ്ട് തനിക്ക് എന്തുണ്ടായി? അനുസരണം പഠിച്ചു. അവൻ്റെ താഴ്മ കൊണ്ടല്ലേ അവൻ നിലവിളിച്ചത്, കണ്ണുനീരോട് പ്രാർത്ഥിച്ചത്. ഭയഭക്തി, ആരോടാണ് പ്രാർത്ഥിക്കുന്നുള്ള ബോധം കൊണ്ട് കർത്താവിനുണ്ടായിരുന്നല്ലോ. അനുസരണമുള്ളവനായി തീർന്നു. അനുസരണം മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച തികഞ്ഞവനായി. അതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. അപ്പോൾ കഷ്ടങ്ങൾ, പുത്രനും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. പിതാവിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന പുത്രനെന്ന ക്രൂശിൽ താൻ വെളിപ്പെടുത്തി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യേണ്ട, ക്രൂശിന് ചുറ്റും നിന്ന് പരിഹസിച്ച ആ പുരോഹിത വർഗത്തോടും യഹൂദന്മാരോടും ഒക്കെ കർത്താവ് അവിടെ നിന്നൊന്നും പറയണ്ട, നൂർന്നിരുന്ന് പതുക്കെ ആ കിടപ്പിൽ തന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതിയായിരുന്നു അവരെ. കാരണം അപ്പോഴും താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ആ കിടപ്പിൽ പ്രാൺ പോകുന്നതിന് മുൻപ് അവരെ പരിഹാസത്തിൻ്റെ കൂരമ്പേറ്റ് നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന് പറയുന്നത് പോലെ അവർ നിന്ദിച്ച സമയത്തും കർത്താവ് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. കാരണം അവൻ്റെ തേജസ്സുള്ള കണ്ണാണ്. ആ കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം മതി അവരെല്ലാം സന്ദർശിക്കാൻ. ചെയ്തില്ല. കാരണം അങ്ങനെ ചെയ്താൽ ദൈവിക പദ്ധതി നടക്കത്തില്ല. മനുഷ്യന് വീണ്ടെടുപ്പ് നടക്കുകയില്ല. അപ്പോൾ ക്ഷമയോടെ അത് സഹിച്ചു.
അവസാനം വരെ വേദന സഹിച്ചു, ഭാരം സഹിച്ചു, നിന്ന സഹിച്ചു, അപമാനം സഹിച്ചു, എല്ലാം കർത്താവ് സഹിച്ചു. ഇവിടെ പറയുന്നത് താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. അപ്പോൾ താഴ്മയും അനുസരണവും നമുക്കുണ്ടാകണമെങ്കിൽ ഈ പാഠശാലയിൽ കൂടെ പോകണം. ഏത് പാഠശാലയിൽ കൂടെ? കഷ്ടതയാകുന്ന പാഠശാലയിൽ കൂടെ. ഇന്നത്തെ ഒരു ഉദാഹരണം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആധുനിക സമൂഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഒരു തലമുറ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു 50, 60, 70 വയസ്സുകാരുടെ അതോ അതിന് മുകളിലോ പ്രായമുള്ളവരുടെ തലമുറ പഠിച്ച കാലത്ത് മാതാപിതാക്കളായാലും അധ്യാപകരായാലും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കും, ഒരു സൗജന്യവും കാണിക്കില്ല. എനിക്കറിയാം, എൻ്റെ 2 കൈയും തൂക്കി പിടിച്ച് എന്നെ പലപ്പോഴും എൻ്റെ അപ്പൻ തല്ലിയത് ഒരു സൗജന്യം കാണിച്ചിട്ടില്ല. വേദനയോടെ ഞാൻ പൊളഞ്ഞിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്നെ എടുത്ത് കളഞ്ഞില്ല. എൻ്റെ കുസൃതി കൊണ്ടാണ്. അതുപോലെ അധ്യാപകരും ഞാൻ പഠിച്ച സമയത്തൊക്കെ അധ്യാപകർ ശിക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് അവരുടെ ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ. ഇന്ന് വടി ഉപയോഗിക്കാൻ പാടില്ല, ശാസിക്കാൻ പാടില്ല, ഒന്നും പാടില്ല, ഒന്നും ചെയ്യരുത്. ഇങ്ങാണ്ട് ചില മണ്ടൻ സൈക്കോളജിസ്റ്റുകൾ അവരുടെ സിദ്ധാന്തത്തെ എഴുതി വെച്ച് പഠിപ്പിച്ചു. ഒന്ന് അങ്ങ് വിട്ടേരെ, ശരി വിട്ടു, എന്ത് സംഭവിക്കുന്നു? തോന്നിയ പോലെ പോകുന്നു. വല്ലാത്തൊരു സാഹചര്യത്തിൽ തലമുറയായിരിക്കുന്നു, ഈ കാലഘട്ടമായിരിക്കുന്നു. ഇതുപോലല്ലേ ആത്മീയ മണ്ഡലത്തിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിന് പൗലോസ് പറഞ്ഞു, തീമോഥെയോസിനോട്, പാപം ചെയ്യുന്നവനെ ശേഷമുള്ളവർക്കും ഭയത്തിനായി കഠിനമായി ശാസിക്കുക. ഇന്നത്തെ കാലത്ത് ഒരു പാസ്റ്റർ ന്യായമായ കാരണത്തിന് വേണ്ടി ശാസിച്ചാൽ പാസ്റ്റർ പുറത്ത്. യാതൊരു കുറ്റബോധവുമില്ല, യാതൊരു മനസാക്ഷി കുത്തുമില്ല. കാരണം എന്താ? ഹൃദയകാഠിന്യം. ദൈവവും കൈവിട്ടു. തങ്ങളുടെ പോക്കിനൊത്ത്, തങ്ങളുടെ ജീവിതശൈലിക്കൊത്ത്, തങ്ങളുടെ പ്രവർത്തന രീതിക്കൊത്ത് ഉപദേശകന്മാരെയും പെരുക്കി കൂത്താടി ജീവിക്കുന്നു. ഉപദേശത്തിന് സ്ഥാനമില്ല, ശാസനയ്ക്ക് സ്ഥാനമില്ല. സങ്കീർത്തനത്തിൽ ഉണ്ടല്ലോ, നീതിമാൻ എന്നെ ശാസിക്കുന്നത് ദയ, അവനെ അടിക്കുന്നത് തലയ്ക്ക് എണ്ണ, എൻ്റെ കൈ അതിനെ വിലക്കാതിരിക്കട്ടെ. നല്ല കാര്യമാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ സംഭവിച്ചാൽ എന്താകുമെന്ന് അറിയാമല്ലോ. അനുസരണമില്ല. അനുസരണക്കേണ്ട ആത്മാവുള്ളവരുടെ മേൽ ദൈവാത്മാവ് വ്യാപരിക്കയില്ല. നിയമത്തെ അനുസരിക്കാത്ത, ദൈവത്തെ അനുസരിക്കാത്ത, ദൈവകൽപ്പന അനുസരിക്കാത്ത ആളുകളുടെ മേൽ ദൈവാത്മാവ് വ്യാപരിക്കുകയില്ല. അപ്പോൾ അവർക്ക് തോന്നിയ പോലെ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറയുന്ന ആ വാക്യം വീണ്ടും ഓർപ്പിക്കട്ടെ. ബാലനം 12-ാം അധ്യായത്തിൽ പറഞ്ഞത്, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കഴുതയന്മാരത്രേ. ശാസിക്കുന്ന ഇഷ്ടമല്ല, ഗുണദോഷിക്കുന്ന ഇഷ്ടമല്ല, ഉപദേശിക്കുന്ന ഇഷ്ടമല്ല, തെറ്റിദ്ധരുത്തുന്ന ഇഷ്ടമല്ല. അതിൻ്റെ അർത്ഥം അവർ മക്കളല്ലെന്നാ. മക്കളെങ്കിൽ ശാസിക്കും, ശിക്ഷിക്കും. നല്ല സൗകര്യമുള്ള സ്ഥലത്തിരുന്ന് നാം പാടും, തിരുക്കരങ്ങൾ തരുന്നതല്ല, ശിക്ഷയിൽ ഞാൻ പതറുകയില്ല. മക്കളെങ്കിൽ ശാസനകൾ, അവനെ AC ഹോളിനകത്തിരുന്നോ അല്ല മറ്റ് സൗകര്യങ്ങളിൽ നാം പാടും. പക്ഷേ അനുഭവത്തിൽ വരുമ്പോഴോ, അപ്പോൾ ദൈവം ശിക്ഷ തരുന്നത് നമ്മുടെ നന്മയ്ക്ക്, നമ്മെ താഴ്മ പഠിപ്പിക്കാൻ. പറഞ്ഞല്ലോ, 40 വർഷം ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തിയത് അവരെ താഴ്ത്താൻ, അവരെ വിശപ്പിക്കാൻ, അവരുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ. അവർ ദിവസം 8-ാമത്തേതിൽ നാം വായിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിലും മരുഭൂമി പോലുള്ള അനുഭവങ്ങളോ, രോഗങ്ങളോ, കഷ്ടതകളോ, പ്രയാസങ്ങളോ ദൈവം അനുവദിക്കുന്നു എങ്കിൽ, ദൈവം അനുവദിക്കുന്നതാണ് എങ്കിൽ അത് നമ്മുടെ ദോഷത്തിനല്ല, നമ്മെ താഴ്ത്തുവാൻ. ഇടയ്ക്ക് ഒരു പ്രസിദ്ധ ഉപദേഷ്ടാവിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. ഏത് വാക്യം, ഏത് ബൈബിളാണ് ഇവർ വായിക്കുന്നത് ഞാൻ ചിന്തിച്ചു പോയി. ഇതെല്ലാം ശാപമാണ്. അങ്ങനെയാണെങ്കിൽ മക്കദോന്യ സഭ ശപിക്കപ്പെട്ടതാണ്, സുമർന്നയിലെ സഭ ശപിക്കപ്പെട്ടതാണ്, യെരുശലേമിലെ സഭയും ശപിക്കപ്പെട്ടതാണ്. അവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. കാരണം ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുകയല്ലേ ചെയ്തേ. കഷ്ടത ദൈവം അനുവദിക്കുന്നു. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് നമ്മെ താഴ്ത്തുവാൻ. പറഞ്ഞല്ലോ, നെബൂഖദ്നേസർ അത് മനസ്സിലായി. നിർഭാഗ്യവശാൽ ഇന്നത്തെ ഉപദേശകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. സങ്കടകരം. അപ്പോൾ
കർത്താവ് പോലും അനുസരണം പഠിച്ചത് താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. നമ്മുടെ ജീവിതത്തിലോ അതുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു അപമാനം വന്നാൽ, നിന്ന വന്നാൽ ദൈവം കൈവിട്ടെന്ന് പറയുമോ? ഉടനെ നാം മറുതലിക്കുമോ? അതോ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് യഥാസ്ഥാനപ്പെടുവാൻ നമുക്കിടയാകുമോ? മാത്രമല്ല, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കഷ്ടത താഴ്മയ്ക്ക് കാരണമാകുന്നു, അനുസരണത്തിന് കാരണമാകുന്നു. നമ്മെ അനുസരണമുള്ളവരാക്കാൻ നമ്മുടെ ജീവിതത്തിൽ താഴ്മയും അനുസരണവും ഉള്ളവരായി. കർത്താവ് ഒരിക്കൽ പറഞ്ഞായിരുന്നു, യോഹന്നാൻ സുവിശേഷത്തിൽ ഉണ്ട് 15-10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ വീഡിയോ ബന്ധത്തിൽ ചെയ്തിട്ടുണ്ട്. എന്ത് വന്നാലും ദൈവകൽപ്പനയാണ് എനിക്ക് പ്രധാനം. കർത്താവ് തരുന്ന എന്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നാമം പാടുമല്ലോ, ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തന്നിഹിതമാണെന്ന് ഞാൻ അറിയുന്നു. പാടുകയല്ലേ ഉള്ളൂ, കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും എളുപ്പമാണെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മൾ പാടുകയല്ലേ ഉള്ളൂ, പക്ഷേ നമുക്ക് വരുന്നതെല്ലാം അവൻ്റെ ഹിതമാണെന്നും അതിൻ്റെ ഉദ്ദേശം എന്തെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നാം ഭാഗ്യവാന്മാർ. മാത്രമല്ല, മറ്റൊരു 7ാമത് ഒരു കർഷക കൊണ്ടുള്ള ഒരു ഗുണം 2 കൊരിന്ത്യർ 1-4 ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അവിടെ 1-ാം അധ്യായത്തിൽ പിന്നെയും പൗലോസ് അവനുണ്ടായ അനുഭവം പറയുന്നു. ഇത്ര ഭയങ്കരമായ സാഹചര്യത്തിൽ അവൻ അകപ്പെട്ടു എന്ന് 10-ാം വാക്യത്തിലുണ്ട്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ, മരണത്തോളമായി പോകുന്ന സാഹചര്യം, ജീവിച്ചിരിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ സമയത്ത് അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? പൗലോസ് പറയുന്നു, ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന്. അപ്പോൾ കഷ്ടത കൊണ്ടുള്ള മറ്റൊരു ഗുണം, അല്ലെങ്കിൽ 7ാമത് എനിക്ക് പറയാനുള്ളത്, 6 കാര്യം നാം ചിന്തിച്ചു. 7ാമത് എനിക്ക് പറയാനുള്ളത്, നാം കഷ്ടത അനുഭവിച്ച് അതിനെ അതിജീവിക്കുമ്പോൾ സമാനമോ അതിൽ കൂടുതലോ അതിൽ കുറവോ ആയ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് നാം ധൈര്യം പകരാനും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും അതിടയാകും. ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന്. അപ്പോൾ മറ്റുള്ളവരെ നാം കഷ്ടം അനുഭവിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടമോ അല്ലെങ്കിൽ മാറാരോഗമോ പ്രയാസമോ വിഷമമോ സാമ്പത്തിക ഞെരുക്കമോ ആ നിലയിൽ വിവിധങ്ങളായ എന്തെങ്കിലും ആയിക്കോട്ടെ പ്രശ്നങ്ങൾ കൂടെ നാം കടന്നുപോയി അതിനെ അതിജീവിച്ചവർ പുറത്തു വന്നു. അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. അവർക്ക് ഇതുപോലെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരനുഭവിച്ച അത്രയും തീവ്രതയില്ലാത്ത കഷ്ടങ്ങളിൽ കൂടെ അവർ പോയാലും അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ അത് കാരണമാകും. യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന്. അപ്പോൾ കഷ്ടത കൊണ്ടുള്ള ഗുണമാണ് മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ, അവരെ ധൈര്യപ്പെടുത്താൻ. പൗലോസ് പറയാനുണ്ട്, അതിൻ്റെ 6-ാം വാക്യം 5-ാം വാക്യം പോലെ വായിക്കാം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്ന പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നു, പക്ഷേ അത് ക്രിസ്തുവിനുള്ള ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ ആശ്വാസം അനുഭവിക്കുന്നു, ദൈവിക വിടുതൽ അനുഭവിക്കുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. സാധാരണ വിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് എന്തുകൊണ്ട് കർത്താവേ ഇത് വന്നു എന്ന് ദൈവസ്ഥലം ചിന്തിക്കാൻ നാം സമയം എടുക്കാറില്ലല്ലോ. ഉടനെ നാം പോകുന്നത് ലോകപ്രകാരമുള്ള അഭിപ്രായം തരാൻ, ലോകത്തിന് അഭിപ്രായമാരായ ലോകർക്ക് എന്ത് പറയാനുണ്ട്, അല്ലെങ്കിൽ വിദഗ്ധന്മാരുടെ ആലോചനയാണ് നാം തേടിപ്പോവുക. ദൈവത്തെ അനുവദിച്ചോന്ന് അത് ചിന്തിക്കാൻ സമയമില്ല. ഞാൻ എപ്പോഴും പറയുന്നു, എൻ്റെ ശ്വാസം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദാരിദ്ര്യത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് ഞാൻ പറയുന്നേ, എൻ്റെ ശ്വാസം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവം അനുവദിക്കാതെ
എൻ്റെ ശ്വാസം എടുക്കാൻ ഒരുത്തരം സാധ്യമല്ല. ദൈവം അനുവദിക്കാതെ, കർത്താവ് തന്നെ പറഞ്ഞതല്ലോ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയാതെ നിങ്ങളുടെ തലയിലെ രോമവും നിലത്ത് വീഴുകയില്ല. കർത്താവ് അറിയുന്നു. വിലാപങ്ങൾ പറഞ്ഞു, കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ദൈവ പൈതലിന് കർത്താവ് കൽപ്പിക്കാതെ, കർത്താവ് അനുവദിക്കാതെ, കർത്താവിൻ്റെ പദ്ധതിയിൽപ്പെടാതെ ഒന്നും സംഭവിക്കില്ല. അതെന്തായാലും നമ്മുടെ മനുഷ്യബുദ്ധിയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഉണ്ടാകുന്ന ഈ നാളുകളിൽ നടക്കുന്ന സത്യം ഇതാണ്. കർത്താവേ, അവിടുന്ന് എന്തുകൊണ്ടാണ് ഇത് അനുഭവിച്ചത്? എന്നെ തിരുസനിൽ താഴ്ത്തുന്നു. എൻ്റെ ജീവിതത്തിൽ വീഴ്ച ഉള്ളതുകൊണ്ടാണോ, പോരായ്മ ഉള്ളതുകൊണ്ടാണോ? എന്നെ തന്നെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കണമേ. എന്നെ നടപ്പ് ആരാഞ്ഞ് എന്നെ ശോധന ചെയ്യണമെന്ന് സംഘടനക്കാരൻ പറഞ്ഞ പോലെ പറയുന്നതിന് പകരം ഓടി വിദഗ്ധന്മാരുടെ അടുക്കൽ ചെല്ലും. വിദഗ്ധ അഭിപ്രായം അവർ പഠിച്ച അറിവിനൊത്തോണം അവർ കൈകാര്യം ചെയ്യും. ചിലത് കുളമാകും, ചിലത് വിഷമമാകും, ചിലത് ദുഃഖമാകും, ചിലത് നിരാശയാകും. അതിൻ്റെയും പഴി കർത്താവിനായിരിക്കും. അതാ സങ്കടം. ഇല്ല, നവമി പറഞ്ഞ പോലെ ക്ഷാമം വന്നവും ഭർത്താവിനെയും മക്കളെയും കൊണ്ട് പോയി. അവിടെ ചെന്ന് എല്ലാം സെറ്റിലായി, എല്ലാം ഭദ്രമായെന്ന് വിചാരിച്ച് 10 കൊല്ലം ജീവിച്ചു. ഓരോരുത്തരോരുത്തായി രംഗം വിട്ടു. അവിടെയും പറഞ്ഞെന്താ, സർവശക്തൻ എന്നോട് കൈപ്പായത് പ്രവർത്തിച്ചു. അവിടെയും അവൾക്ക് മടങ്ങി വരാൻ കാരണമായെന്ന് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ നിറഞ്ഞവളായിപ്പോയി, ഒഴിഞ്ഞവളായി വന്നു. ഏതായാലും ഒഴിഞ്ഞവളായി വന്നുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറി. അത് വേറെ കാര്യം. ഇന്നും പലപ്പോഴും ഇങ്ങനെയാണ്. തങ്ങളുടെ ആകാത്ത പോക്കുകൊണ്ട്, ദൈവഹിതം വിട്ടുള്ള പോക്കുകൊണ്ട് പലതും വരുത്തി വെക്കുന്നു. പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞ പോലെ, എൻ്റെ വാക്ക് കേൾക്കുകയും ക്രേത്തിയിൽ നിന്ന് നീക്കാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഈ കഷ്ടനഷ്ടങ്ങൾ നമുക്ക് വരികയില്ലായിരുന്നു. കേട്ടില്ല. അന്നേരത്തെ കപ്പൽ ഉടമസ്ഥൻ്റെയും ക്യാപ്റ്റൻ്റെയും ഒക്കെ വാക്ക് കേട്ടു. കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ സുരക്ഷിതമായി പോകും. അപ്പോൾ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചു. അപ്പോൾ സംഭവിക്കുന്നത് ക്രിസ്തുവിനുള്ള ആശ്വാസം വർദ്ധിക്കുന്നില്ല. അത് പറയാൻ ഞാൻ ഇത്രയും പറഞ്ഞു. എന്നിട്ട് 6-ാം വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. 8-ാം വാക്യം, സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കുമിതേ അത്യന്തം ഭാരപ്പെട്ടു. അപ്പോൾ ആ കഷ്ടമെല്ലാം, പൗലോസുണ്ടായ കഷ്ടമെല്ലാം എന്തിന് കാരണമായി എന്നാണ് താൻ പറഞ്ഞത്? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ. ഞാൻ എൻ്റെ ലോകത്തുള്ള ബന്ധത്തിൽ അതിനു മുൻപ് മിക്കവാറും വീട്ടിൽ കാണുകയില്ല, സ്ഥിരം യാത്ര. എന്നാൽ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് യാത്രകൾ വളരെ കുറഞ്ഞു. അതിൻ്റെ ഫലമായി ദൈവവചനത്തിലിരിക്കാനും ദൈവവചനം വായിക്കാനും ഒക്കെ അവസരം ലഭിച്ചു. മാത്രമല്ല അനേകരെ ധൈര്യപ്പെടുത്താൻ അവസരം ലഭിച്ചു. അതിനുശേഷമാണ് ദൈവം അങ്ങനത്തെ സാഹചര്യം തന്നതുകൊണ്ടാണ് ഈ വീഡിയോയും അല്ലെങ്കിൽ ഈ നിലയിൽ 97-ാമത്തെ വീഡിയോയും 98-ാമത്തെ വീഡിയോയും റെക്കോർഡ് ചെയ്യാൻ ഇടയായത്. അപ്പോൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നത്, മറ്റു വാക്കിൽ പറഞ്ഞാൽ ഈ അനുഭവസമ്പന്നർ, ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയവർ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതും ഒരു അനുഭവം ഉണ്ടാകാത്തയാൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അനുഭവിച്ചവനെ ആശ്വസിപ്പിക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അനുഭവിക്കാത്തവനെ ആശ്വസിപ്പിക്കുമ്പോൾ അത് ഗൗരവം അത്രയേ ഉള്ളൂ. പൗലോസ് ഇവിടെ പറയുന്നു, ഞങ്ങൾ മറ്റുള്ള ഏത് കഷ്ടം അനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കാൻ ഈ കഷ്ടം ഒതുക്കി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ഭാരങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ അത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ, മറ്റുള്ളവരെ ഉറപ്പിക്കാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്താൻ, മറ്റുള്ളവർക്ക് ഉത്തേജനം പകരാൻ നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നു. അപ്പോൾ കഷ്ടത കൊണ്ട് നഷ്ടമല്ല, ലാഭമാണ്. ഞാനിപ്പോൾ 7 കാര്യം ചിന്തിച്ചു. 7ലും നഷ്ടത്തിൻ്റെ അല്ല കഥ പറയാനുള്ളത്,
ഇന്ന് ചിന്തിച്ച താഴ്മയിലേക്ക് കഷ്ടത നമ്മെ താഴ്ത്തുന്നു, നമ്മെ താഴ്മയിലേക്ക് നയിക്കുന്നു. അത് വേറൊന്നിനുമല്ല, ദൈവമായി കൂടുതൽ അടുക്കാൻ. അത് നമ്മെ അനുസരണത്തിലേക്ക് നയിക്കുന്നു, ദൈവേഷ്ടം ചെയ്യാൻ, ദൈവേഷ്ടത്തിന് വിധമായി നീങ്ങാതെ കർത്താവിനെ അനുസരിക്കാൻ. മാത്രമല്ല മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നാം പ്രാപ്തരാകുന്നത്. ആകയാൽ ഇത് നഷ്ടമല്ല, ലാഭമാണെന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ അതിനായി സമർപ്പിക്കാം. മറ്റു ചില കാര്യങ്ങളുടെ ചുരുക്കി പറയാനുണ്ട്. കർത്താവിന് ഒരു വീഡിയോയിൽ ഒതുക്കാമോ നോക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും അനുവദിക്കുന്നത് നമ്മെ താഴ്ത്താൻ, ശാശ്വതമായിട്ടല്ല, തൽക്കാലത്തേക്ക്. നാം യഥാസ്ഥാനപ്പെട്ടാൽ അത് കൈയോടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നല്ലോ. അത് നമ്മെ അനുസരണത്തിലേക്ക് നയിക്കാൻ, മാത്രമല്ല മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നാം പ്രാപ്തരാകുന്നതിന്, കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും നിരാശയിലും ബുദ്ധിമുട്ടിലും വേദനയിലും വിഷമത്തിലും ഇരിക്കുന്ന ജനത്തെ ആശ്വസിപ്പിക്കുവാൻ ദൈവം ഇത് ഉപയോഗിക്കുന്നു. അതിനായി ആ നിലയിൽ ഈ സാഹചര്യങ്ങൾ, ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ കഷ്ടതയെ കണ്ടാൽ, എത്ര അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും ആ നിലയിൽ കാണുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ കഷ്ടതയാലുള്ള നന്മകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നാഥാ. കഷ്ടതയാൽ ഞങ്ങൾ താഴ്ത്തപ്പെടുന്നുവെന്നും, കഷ്ടതയാൽ ഞങ്ങൾ അനുസരണം പഠിക്കുന്നുവെന്നും, കഷ്ടതയാൽ മറ്റു കഷ്ടങ്ങൾ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞാൻ പ്രാപ്തരാണെന്നും ഇന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. അത് മനസ്സിലാക്കുവാൻ, വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ആ നിലയിൽ രൂപപ്പെടുത്തുവാൻ ദൈവാത്മാവ് സഹായിക്കണമേ. കർത്താവായ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.